Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പാവയ്ക്ക തീയൽ അല്ലെങ്കിൽ കൈപ്പയ്ക്ക തീയലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. തീയൽ ഹരിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീയൽ ഉണ്ടാക്കാം. ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് തീയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടാക്കിയ തീയൽ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കൂ. അപ്പോൾ അതേമാതിരിയുള്ളൊരു തീയലാണ് പാവയ്ക്ക തീയൽ. എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് വരും. നമുക്ക് പാവയ്ക്ക തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല. കണ്ടോ, ഇവിടെ എൻ്റെ കൗണ്ടർ ടോപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നീളത്തിലറിഞ്ഞ പാവയ്ക്ക ഇതാ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. ഓക്കെ, പാവയ്ക്കെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ, നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, കുറച്ച് ചെറുതാക്കിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞെട്ടി കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിനെ രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം. ഒരു 2-3 മിനിറ്റ്. ഇപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല, കത്തിക്കാൻ പോകുന്നേ ഉള്ളൂ. അടുപ്പിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കത്തിച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി എടുക്കാൻ പോവുകയാണ്. നമ്മൾ പാവയ്ക്കയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഒരു 2 മിനിറ്റായി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചെറിയ സ്റ്റൗവിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഒരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കാൻ മറന്നുപോയി. ഒരു 1/2 ടീസ്പൂൺ എണ്ണ. ഉലുവ ഇങ്ങനെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2-2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. വറ്റൽമുളക് ഒരു 7-8 എണ്ണം ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് തേങ്ങ വറുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 3-4 മിനിറ്റ് ഈ ഒരു തേങ്ങ കൂടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം അരപ്പരച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഓൾറെഡി കൈപ്പയ്ക്ക തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് അരപ്പരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മല്ലി, മുളക്, ഉലുവ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. കണ്ട, നല്ല സൂപ്പർ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എപ്പോഴും എല്ലാ കറികൾക്കും യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4-5 ചെറിയ ഉള്ളി, അങ്ങനെ തന്നെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, കട്ട് ചെയ്തിട്ടില്ല, അതും ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കറിവേപ്പില, ഒരു 2 കൊത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്.
ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്, കണ്ടോ? ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ഒരു ചെറിയ പുളി വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. ഒരു കപ്പോളം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിള ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ചിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. നല്ല ടേസ്റ്റുള്ള തീയലിൻ്റെ ടേസ്റ്റൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബേസിക് റെസിപ്പിയാണ്, ബട്ട് സ്റ്റിൽ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം മറക്കരുത്. ബൈ ബൈ.